അവരോടൊക്കെ ഞാൻ പറയാം അതെന്തിനാ അങ്ങനെ പറഞ്ഞേ, ഞാൻ ചോദിക്കും അതെന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞേ, അല്ലെങ്കിൽ അതെന്തിനാ അച്ഛൻ അങ്ങനെ പറഞ്ഞേ, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പെമ്പിള്ളേർ എന്ത് കാണിച്ചാലും മൂഡ് സ്വിങ്സ് എന്നുള്ള ഒരു പേരും പറഞ്ഞങ്ങ് എസ്കേപ്പ് ആവുന്നു. പക്ഷെ അന്ന് അമ്മമാർക്ക് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയാനും അറിയില്ല, അവർക്ക് അത് പറഞ്ഞ് വീട്ടിലിരിക്കാനും പറ്റും. എല്ലാം നമ്മളെ കുറച്ചും കൂടി ശ്രദ്ധിച്ചു തുടങ്ങി. ഇന്നത്തെ സ്ത്രീകളെ ശ്രദ്ധിച്ചു തുടങ്ങിയതുകൊണ്ടാണ്. മാറിയിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 30% 20% മാത്രമേ മാറിയിട്ടുള്ളൂ. എന്റെ വീട്ടിലൊക്കെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവരൊക്കെ പഴയ ആൾക്കാർ തന്നെയല്ലേ, അപ്പൊ അവരൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാനിപ്പോഴും തല്ലുകൂടാറുണ്ട് എന്റെ അമ്മയോടും എന്റെ അച്ഛനോടും. അവരോടൊക്കെ ഞാൻ പറയാം അതെന്തിനാ അങ്ങനെ പറഞ്ഞേ, ഞാൻ ചോദിക്കും അതെന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞേ, അല്ലെങ്കിൽ അതെന്തിനാ അച്ഛൻ അങ്ങനെ പറഞ്ഞേ, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ, നമ്മളത് അല്ല, ഇപ്പൊ നമ്മൾ കുറെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്നുള്ളൊരു സാധനമൊക്കെ. ഈ ഇപ്പൊ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് കളിയാക്കി, ഇപ്പൊ കുറെ ആണുങ്ങൾ കളിയാക്കുന്നുണ്ട്. മൂഡ് സ്വിങ്സ് എന്ന് ഇപ്പൊ പെമ്പിള്ളേർ എന്ത് കാണിച്ചാലും മൂഡ് സ്വിങ്സ് എന്നുള്ള ഒരു പേരും പറഞ്ഞങ്ങ് എസ്കേപ്പ് ആവുന്നു. ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ആണുങ്ങൾക്കും ഉള്ള സാധനമാണ്, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഈ മൂഡ് സ്വിങ്സ് ഉണ്ട്. പക്ഷെ പിന്നെ ഇപ്പൊ ഇവര് പറയുന്ന വേറൊരു കാര്യം ഞാൻ കേട്ടതാണ് കേട്ടോ. നമ്മുടെ അച്ഛനമ്മമാർക്കൊന്നും ഇല്ലല്ലോ, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ അമ്മമാർക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അന്ന് അമ്മമാർക്ക് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയാനും അറിയില്ല, അവർക്ക് അത് പറഞ്ഞ് വീട്ടിലിരിക്കാനും പറ്റില്ല. അവർക്ക് 100 കൂട്ട കാര്യങ്ങളുണ്ട്. ഭർത്താവിനെ നോക്കണം, മക്കളെ നോക്കണം, അവരെ ശ്രദ്ധിക്കുന്നതിന് പകരം ചുറ്റുമുള്ളവരെ ശ്രദ്ധിച്ചു. നമ്മളെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മൂഡ് സ്വിങ്സ് ആണെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതും. അങ്ങനെ ഒരു വാക്ക്, ഡിപ്രഷൻ, ആൻസൈറ്റി, എല്ലാം നമ്മളെ കുറച്ചും കൂടി ശ്രദ്ധിച്ചു തുടങ്ങി. ഇന്നത്തെ സ്ത്രീകളെ ശ്രദ്ധിച്ചു തുടങ്ങിയതുകൊണ്ടാണ്. പണ്ട് നമ്മൾ അമ്മമാർക്കൊന്നും അങ്ങനത്തെ ചിന്തയില്ല. അവരെ പറ്റി ചിന്തിക്കുന്നില്ല. മക്കള്, ഭർത്താവിന്റെ വീട്ടുകാര്, സ്വന്തം വീട്ടുകാരെക്കാളും കൂടുതൽ ഭർത്താവിന്റെ വീട്ടുകാര്, അങ്ങനെ ചിന്തിച്ചിരുന്നത് കൊണ്ടാണ് അവരുടെ ഈ സ്വിങ്സും കാര്യങ്ങളൊന്നും അവര് ചിന്തിച്ചിട്ട് കൂടിയില്ല. അവർക്കെന്താ, രാവിലെ 4 മണിയാകുമ്പോ കോഴി കൂവും, രാവിലെ എണീക്കുക, വെള്ളം കോരുക. ഇപ്പോഴത്തെ പല ആളുകളും പറയുന്നത് മാതൃകാപരമായ ജീവിതം അതാണ്, സ്ത്രീകൾ അങ്ങനെ തന്നെയായിരിക്കണം, എല്ലാരും അല്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അത് കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. മാറിയിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 30% 20% മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കി 70% ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. പിന്നെ വലിയ വായിൽ പറയും അതെന്താ അങ്ങനെയല്ലേ ഇങ്ങനെ എന്നൊക്കെ പറയും. ഒരു കാര്യമില്ല, അങ്ങനെ തന്നെയാണ്. അങ്ങനെ